വർഗീസ് ജോണിന് അന്ന് 33 വയസ്സ്. വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ വിൽക്കാൻ സൈക്കിൾ ചവിട്ടി പുല്ലാട്ടെത്തിയപ്പോഴാണ് അയൽപ്പക്കത്ത് കരിക്കൻ വില്ലയിൽ സംഭവിച്ചതൊക്കെ അറിഞ്ഞത്. പരക്കം പാഞ്ഞെത്തിയപ്പോൾ മീന്തലക്കരയിലാകെ ആൾക്കൂട്ടവും ഇടിവണ്ടികളും. കരിക്കൻ വില്ലയുടെ ജനാല വഴി വർഗീസ് ജോൺ ഒന്നേ നോക്കിയുള്ളൂ. അവരെ ആരോ കുത്തിയതാ. മോനെന്നൊക്കെ പിന്നെ പറയുന്നായിരുന്നെങ്കിലും ഇവിടെ ഇങ്ങനെ പിച്ചാത്തി കുത്തി ഇറക്കിയ സംഭവം ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ വന്ന് കണ്ടോ അവർ പിച്ചാത്തി കുത്തി ഇറക്കി വെച്ചിരിക്കുക. ഞാൻ കണ്ടിട്ട് 1980 ഒക്ടോബർ 6 രാത്രിയായിരുന്നു സംഭവം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഇരട്ടക്കൊലപാതകം. കരിക്കൻ വില്ലയിൽ KC ജോർജും ഭാര്യ റേച്ചലും മാരകമായി മുറിവേറ്റ് കൊല്ലപ്പെട്ടു. മുറിക്കകം അലങ്കോലപ്പെട്ട നിലയിലായിരുന്നു. ചിതറിക്കിടക്കുന്ന കടലാസുകൾക്കുമേൽ പലയിടത്തും ഷൂ അടയാളം. അടുക്കളയിൽ നിന്നുള്ള കറിക്കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. ഡൈനിങ് ടേബിളിലെ ഒഴിഞ്ഞ ചായക്കപ്പുകൾ പരിചിതരുടെ സാന്നിധ്യത്തിന് തെളിവായി. ഷൂ അടയാളത്തിൽ നിന്നും ഇത് പ്രാദേശികമായി ലഭിക്കുന്നതല്ലെന്ന് വ്യക്തമായി. ഒപ്പം അത് ചെറുപ്പക്കാരുടെ സാന്നിധ്യം കൂടിയാണ് ഉറപ്പിച്ചത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കിയതായിരുന്നു ജോർജും റേച്ചലും. ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. സിബി മാത്യൂസ് ആയിരുന്നു അന്ന് ചെങ്ങന്നൂർ ASP. സംഭവ സ്ഥലത്തെത്തിയ അദ്ദേഹം മുറ്റത്തൊരു വണ്ടിയുടെ ടയറടയാളം ശ്രദ്ധിച്ചു. നിരവധി പേരെ ചോദ്യം ചെയ്തു. അതിൽ നിർണായകമായത് ജോലിക്കാരി ഗൗരിയുടെ മൊഴിയാണ്. തലേന്ന് വൈകുന്നേരം മടങ്ങാനൊരുങ്ങവേ മദ്രാസിലെ മോനും സുഹൃത്തുക്കളും എത്തിയെന്നും അവർക്ക് ചായ വേണമെന്നും റേച്ചൽ പറഞ്ഞതായി ഗൗരി ഓർത്തെടുത്തു. പണം, റേച്ചലിന്റെ സ്വർണ്ണാഭരണങ്ങൾ, 2 വാച്ചുകൾ, ഒരു ടേപ്പ് റെക്കോർഡർ എന്നിവയാണ് അപഹരിക്കപ്പെട്ടത്. ബന്ധുക്കളിലേക്ക് അന്വേഷണം നീണ്ടു. അങ്ങനെ മദ്രാസിൽ പഠിക്കുന്ന ബന്ധു റെനി ജോർജിലേക്ക് പോലീസ് അടുത്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു റെനി ജോർജ്. ലഹരി ഉപയോഗത്തിന് അധിക പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൊലപാതകം. അന്വേഷണത്തിനൊടുവിൽ മലേഷ്യൻ സ്വദേശി ഗുണശേഖരൻ, മൗറീഷ്യസ് സ്വദേശി ഹസൻ ഗുലാം മുഹമ്മദ് എന്നിവരും കീഴടങ്ങി. മറ്റൊരു പ്രതി കെനിയൻ സ്വദേശി കിബ്ലോ ഡാനിയേൽ പിന്നീട് കീഴടങ്ങി. 1982 പ്രതികൾക്ക് കോട്ടയം സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു. ഹൈക്കോടതി വിധി ശരിവെച്ചു. അന്വേഷണ തലവൻ SP ഗോപിനാഥ്, CI CK ആചാരി, സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കരീം, പ്രധാന സാക്ഷി ഗൗരി എന്നിവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അരനൂറ്റാണ്ടിന്റെ പഴക്കമുള്ള കരിക്കൻ വില്ല അന്നത്തെ ആഡംബര നിർമ്മിതികളിലൊന്നാണ്. ഇരട്ടക്കൊലപാതക ശേഷം കരിക്കൻ വില്ലയെക്കുറിച്ച് 100 കഥകൾ നാട്ടിൽ പ്രചരിച്ചു. പകൽ നേരത്ത് പോലും അവിടേക്ക് ചെല്ലാൻ ഭയപ്പെട്ടിരുന്നവരുണ്ട്. ഇന്ന് സ്ഥലവും വീടും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഉടമസ്ഥതയിലാണ്. ഇവിടെ ആ ഫ്രണ്ട് സിറ്റ് ഔട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും രാത്രി വന്നിരിക്കും എന്ന് കേട്ടു. അപ്പോൾ അത് തന്നെയല്ല, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആരോ ഇതിൻ്റെ ടെറസിൻ്റെ, ഞങ്ങളുടെ ഇതിന് ആസ്പെറ്റോസ് അതിൻ്റെ സീലിംഗ്, അതിൻ്റെ മേളിൽ കല്ല് വാരി എറിയുന്നത്. അങ്ങനെ പിന്നെ നിങ്ങളവിടെ പോകുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല ഇതല്ല അവിടെ. കാരണം നിങ്ങൾ ഭയം കൂടാതെ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എപ്പോഴും പേടിച്ച് ജീവിക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞത്. പരോളിലിറങ്ങിയ റെനി ജോർജ് മംഗലാപുരം സ്വദേശിനി ടീനയെ വിവാഹം ചെയ്തു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയതോടെ മാനസാന്തരപ്പെട്ടു. സുവിശേഷകനായി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബംഗളൂരുവിലാണ് ഇപ്പോൾ താമസം. ഇരട്ടക്കൊലപാതകം 1982 മദ്രാസിലെ മോൻ എന്ന പേരിൽ സിനിമയായി. ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ രവീന്ദ്രനാണ് മദ്രാസിലെ മോനായി വേഷമിട്ടത്. മോഹൻലാലും KP ഉമ്മറുമൊക്കെ അഭിനയിച്ച ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നാണ്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.